ഞാൻ മദ്രസയിൽ 6ാം ക്ലാസ്സിൽ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരും. അപ്പോ 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഒരു പെൺകുട്ടി പറയുന്നു, മദ്രസയിൽ പഠിച്ചത് അബദ്ധമായി പോയെന്ന്. മദ്രസയിൽ പഠിച്ചത് അബദ്ധമായി പോയെന്ന്. ഞാൻ ആ പെങ്ങളോട് ചോദിക്കുകയാണ്, മോളെ എന്താ നിനക്ക് അബദ്ധമായി പോയത്? നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ഉസ്താദന്മാര് പറഞ്ഞു തന്നതാണോ അബദ്ധം? അയൽവാസികളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ചു തന്നതാണോ അബദ്ധം? മാറുമറച്ച് ശരീരം മറച്ച് നല്ലതുപോലെ വസ്ത്രം ധരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരിയാകാതെ നടക്കണം എന്ന് പഠിപ്പിച്ചു തന്നതാണോ അബദ്ധം? അങ്ങനെ പഠിപ്പിച്ചു തന്നതാണോ അബദ്ധം? അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളുടെ തലയിൽ പോലും തലോടരുത്, സ്വന്തം മക്കളെ പേരെടുത്ത് ലാളിത്യത്തോടുകൂടി വിളിക്കരുത്, പേര് വിളിക്കരുത് എന്ന് പഠിപ്പിച്ച ആ കരുണയുടെ പാഠം അത് നിനക്ക് പഠിപ്പിച്ചു തന്നതാണോ അബദ്ധം? രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, പല്ല് തേക്കണം, കുളിക്കണം, വൃത്തിയായിട്ട് നടക്കണം, നല്ല വസ്ത്രം ധരിക്കണം, ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, റമദാനിൽ നോമ്പ് പിടിക്കണം, കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നതാണോ അബദ്ധം? അത്രത്തോളം മോശമാക്കി ഇസ്ലാമിനെ തെറി പറയാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലാണ് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, മക്കളെ ഫിത്നയുടെ കാലഘട്ടമാണ്, ഫിത്നയുടെ കാലഘട്ടം. നിബിതങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? തീക്കട്ട എടുത്തിട്ട് കയ്യിന്റെ അകത്ത് വെക്കുന്നതിനേക്കാളും കഠിനമായിരിക്കുമടാ അവസാന കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം